തന്നെ മുക്കിക്കളയുന്ന സങ്കടക്കടലിൻ്റെ നടുവിലും പറ്റാത്ത ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഉറവയായി തീർന്ന ഒരു ജീവിതമാണ് പരിശുദ്ധ അമ്മയുടേത്. നമ്മുടെ ഇന്നത്തെ അമ്മയെക്കുറിച്ചുള്ള ധ്യാന വിചാരം, അമ്മ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരമ്മയായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ മറിയം വലിയ ഒരു രഹസ്യമാണ്. ദുഃഖങ്ങളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും കനൽ വിരിച്ച വഴിയിലൂടെയാണ് അവൾ നടന്നതെങ്കിലും ഒരിക്കലും വറ്റാത്ത ഒരാനന്ദവും സന്തോഷവും മാതാവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലെ വലിയൊരു സങ്കടമെന്ന് പറയുന്നത് സന്തോഷമുള്ള മനുഷ്യർ നമുക്കിന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഇന്ന് ഒത്തിരി പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളുമാണ്. ഈ കാലഘട്ടത്തെ ആധുനിക ചിന്തകർ വിളിക്കുന്നത് തന്നെ നിരാശയുടെ നൂറ്റാണ്ടെന്നാണ്. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ലോകമല്ല നാളത്തേത്. 17-18 നൂറ്റാണ്ടുകളിൽ നടന്ന ഇലക്ട്രിസിറ്റി വിപ്ലവവും ഇലക്ട്രോണിക് വിപ്ലവവും ഒക്കെ ലോകത്തെ കൊണ്ടെത്തിച്ചത് ഒരു കമ്പ്യൂട്ടർ വിപ്ലവത്തിലും ഇന്ന് ലോകം എത്തി നിൽക്കുന്നത് ഒരു ഡിജിറ്റൽ ലോകത്താണ്. മനുഷ്യൻ്റെ വിരൽ തുമ്പിൽ ലോകം ഇതാ ഒതുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഡ്രൈവറില്ലാത്ത കാറുകളും റോബോട്ടിക്സ് ടെക്നോളജിയും ഒക്കെ വളർന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ വിധത്തിലും മനുഷ്യൻ്റെ സൗകര്യങ്ങളും ഭൗതികമായ സമൃദ്ധിയും എല്ലാം വർദ്ധിച്ചെങ്കിലും പഴയ മനുഷ്യരെക്കാൾ ഇന്നത്തെ മനുഷ്യർ സന്തോഷമില്ലാത്ത മാത്രമല്ല നിരാശയുടെ മനുഷ്യരാണ്. നിരാശയുടെ കാര്യത്തിൽ കേരളം 3-ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യയുടെ കാലത്ത്, ആത്മഹത്യയുടെ റേഷ്യോയിൽ 2023 ഇന്ത്യയിൽ ആത്മഹത്യയുടെ നിരക്കിൽ കേരളം 6-ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 25 ആയപ്പോൾ 2 വർഷം കൊണ്ട് ആത്മഹത്യയുടെ നിരക്കിൽ കേരളം 3-ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആനന്ദമുള്ള മനുഷ്യരും സന്തോഷമുള്ള മനുഷ്യരും കുറയുന്നു എന്നുള്ളതാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് പുനലൂരിൽ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ഒരു കുടുംബത്തിലെ ഏക മകനാണ്. അമ്മ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സാണ്. അപ്പൻ ആ നാട്ടിലെ ഒരു ലീഡിങ് അഡ്വക്കേറ്റാണ്. ഒറ്റ മകനേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുമായിരുന്ന ഈ മകൻ 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ ഹൈ മാർക്കോടെ പാസ്സായി. അവനെ മെഡിക്കൽ പഠിപ്പിക്കാൻ എൻട്രൻസ് എക്സാമിന് ചേർത്തു. എൻട്രൻസ് എക്സാമിൽ നല്ല റാങ്കോടെ പാസ്സായി. 18 വയസ്സായപ്പോൾ അപ്പനും അമ്മയും അവന് പുതിയ വില കൂടിയ ഒരു കാർ എടുത്തു കൊടുത്തു. എങ്ങനെയെങ്കിലും മകനെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കണമെന്നുള്ള മാതാപിതാക്കളുടെ വലിയ ആഗ്രഹം. ഏതായാലും നല്ല റാങ്കിൽ പാസ്സായി, കോളേജ് കിട്ടി, അഡ്മിഷൻ കിട്ടി. ഇനി കോളേജിലേക്ക് പോകാനായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. ഒരു ദിവസം ഉറങ്ങാൻ കിടന്ന ഈ ചെറുപ്പക്കാരൻ്റെ വാതിൽ പിറ്റേ ദിവസം രാവിലെ തുറന്നില്ല. രാവിലെ 9 മണി, 10 മണി, 11 മണി ആയിട്ടും മകൻ എഴുന്നേക്കാഞ്ഞപ്പോൾ അപ്പനും അമ്മയും വലിയ വേദനയോടെ ചവിട്ടിപ്പൊളിച്ചപ്പോൾ ആ മുറിയിലെ ഫാനയിൽ കെട്ടിത്തൂങ്ങി നിൽക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. അവൻ്റെ ചെറിയ ഒരു കുറിപ്പിൽ അവൻ എഴുതി വെച്ചു, പപ്പായും മമ്മിയും എന്നോട് പിണങ്ങരുത്, ഞാൻ പോവുകയാണ്, എനിക്കൊരു സന്തോഷമില്ല, ഞാൻ നിരാശനാണ്. സമ്പത്തിനോ സമൃദ്ധിക്കോ ഒരു കുറവുമില്ലായിരുന്ന ഒരു കുടുംബത്തിലെ ഏക മകൻ. എല്ലാം അവന് കയ്യെത്തുന്ന ദൂരത്തുണ്ടായിരുന്നു. പക്ഷെ അവന് ഉള്ളിൽ ആനന്ദമില്ല, സന്തോഷമില്ല. ഈ കാലഘട്ടത്തിലെ വലിയ ഒരു സങ്കടമാണ് മനുഷ്യരേത്. ആനന്ദമുള്ള മനുഷ്യരില്ല. ഒരു വശത്ത്
ആധുനിക ലോകവും നമ്മുടെയൊക്കെ ജീവിതങ്ങളും ഒരുപാട് സമൃദ്ധിയിലാണ്, ഭൗതികമായ ഒരുപാട് സമൃദ്ധിയിലാണ്. അതിവേഗം മാറുന്ന ലോകത്തിൽ മനുഷ്യരും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാഴ്ചപ്പാടുകൾ മാറുന്നു, വസ്ത്രധാരണ രീതി മാറുന്നു, ഭക്ഷണ രീതി മാറുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, അവൻ്റെ ജീവിതത്തിൻ്റെ ബാഹ്യമായ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാ സൗകര്യങ്ങളുടെ നടുവിലും ഉള്ളിലൊരു വലിയ ശൂന്യതയാണ്. ഉള്ളിലെ വെട്ടം കെട്ടുപോയിരിക്കുന്നു. ആന്തരികമായ വലിയൊരു ശൂന്യത മനുഷ്യൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ഇന്ന് ആനന്ദമില്ല, സന്തോഷമില്ല. എത്ര സമൃദ്ധിയുടെ നടുവിലും പരാതികളും പരിഭവങ്ങളുമാണ്. കുടുംബ ബന്ധങ്ങളെടുത്ത് കേരളത്തിലെ നമ്മൾ ഇൻ്റർനെറ്റിൽ കയറി ഡൈവേഴ്സ് റേഷ്യോ, വിവാഹമോചന റേഷ്യോ ഇൻ ഇന്ത്യ എന്നടിച്ചു കൊടുത്താൽ ആദ്യം വരുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പേരിങ്ങനെയാണ്: കേരള ദ ക്യാപിറ്റൽ ഓഫ് ഡൈവേഴ്സ്. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്നത്. ഈ കാലഘട്ടത്തിലെ വലിയ മറ്റൊരു സങ്കടമാണ്. ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സന്തോഷത്തിലും സമ്പത്തിലും ഒക്കെ മരണം വരെ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് 1 മാസം, 6 മാസം, 1 വർഷം, 2 വർഷം തികയ്ക്കുന്നതിന് മുൻപ് പരസ്പരം സംശയിക്കലായി, ഇറങ്ങിപ്പോക്കായി, ഇറക്കിവിടലായി, ഉന്തും തള്ളുവായി, അവസാനം മാംസപിണ്ഡം പോലെ 1-2 കുഞ്ഞുങ്ങളുണ്ടാവുന്നു. അങ്ങനെ എത്ര കുടുംബങ്ങളാണ് ഇന്ന് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത്. ഞാൻ ഏറ്റുമാനൂരിന് അടുത്തുള്ള ഒരു ഇടവകയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഏറ്റുമാനൂർ കവലയിൽ കുറേ ഓട്ടോറിക്ഷക്കാരുണ്ട്. അതിൽ കുറച്ച് പേര് എൻ്റെ ഇടവക്കാരാണ്. ചിലപ്പോൾ അവർ വന്നിട്ട് പറയും, അച്ഛാ, ഏറ്റുമാനൂർ ഏറ്റുമാനൂർ കോടതിയിലേക്ക് വിവാഹമോചനത്തിനായെന്ന് പോകുന്ന കേസുകളിൽ മുസ്ലിംസ് വളരെ കുറവാണ്. വിരലെണ്ണാവുന്ന ഹിന്ദു കുടുംബങ്ങളേ ഉള്ളൂ വിവാഹമോചനത്തിന് പോകുന്നത്. ബാക്കി ഒരു 98% പേരും കത്തോലിക്കരാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊരു വിവാഹം നടത്താൻ മാതാപിതാക്കൾ എന്തുമാത്രമാണ് വേദനിക്കുന്നത്. എന്തോ ഒരു വലിയ ഒരുക്കമാണ്, എത്ര മാസത്തെ ഒരുക്കമാണ്. ഒരുപാട് സമയത്തിൻ്റെ ചിലവ്, പണത്തിൻ്റെ ചിലവ്, എനർജിയുടെ ചിലവ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളൊരു നല്ല വിവാഹ ജീവിതം ആരംഭിക്കുന്നത് കണ്ണുനീരോടെ, നിറക്കണ്ണുകളോടെ നോക്കിക്കണ്ട് യാത്ര ചെയ്യിക്കുന്ന മാതാപിതാക്കളുടെ മുൻപിൽ 6 മാസം, 1 വർഷം കഴിയുന്നതിന് മുൻപ് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ അപ്പനും അമ്മയും അനുഭവിക്കുന്ന വേദനയ്ക്കൊരു പരിധിയുണ്ടോ? മാനസിക രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വർഗീസ് പുന്നൂസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഉണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അതിരൂപതയിലെ കുടുംബ ജ്യോതിയിലൊക്കെ എഴുതാറുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. പലപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് സങ്കടമാണ് സോണി വെച്ചാൽ മനുഷ്യർ അതുപോലെ മാനസിക രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഏറുന്നു, നിരാശ കൂടുന്നു, ഭയം കൂടുന്നു, മാനസിക രോഗത്തിലേക്ക് നയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സമൃദ്ധിയുടെ നടുവിലും ആനന്ദമില്ല, സന്തോഷമില്ല. കഴിഞ്ഞ കോവിഡ് കാലത്ത് 400-ലധികം കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തത്. ഇപ്പോഴും ആ ആത്മഹത്യ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമില്ല, ആനന്ദമില്ലാത്ത ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ടു പോയി. നമ്മുടെ എല്ലാ ഇടവകളിലും ഒരുപറ്റം ചെറുപ്പക്കാരുണ്ട് ഇങ്ങനെ ഇതിന് അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുകയാണ്. എന്താ കാരണം? ഉള്ളിലൊരു ആനന്ദമില്ല, ഉള്ളിൽ സന്തോഷമില്ല. ഇവിടെ നിന്നുകൊണ്ടാണ് മറിയത്തിൻ്റെ ആന്തരികമായ ആനന്ദത്തെ നമ്മൾ ധ്യാനിക്കേണ്ടത്. എല്ലാ ദുഃഖങ്ങളുടെയും കനൽ വിരിച്ച വഴികളിലൂടെ അവൾ കടന്നു പോയപ്പോഴും അവളുടെ ഉള്ളിൽ ഒരു വലിയ ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ വേദപുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ മറിയത്തിൻ്റെ ആനന്ദത്തിൻ്റെ 7-8 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്നാമതായിട്ടുള്ള മറിയത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് മംഗളവാർത്തയിൽ അവൾക്ക് ലഭിച്ച ആനന്ദമാണ്. മംഗളവാർത്ത അത്ര വലിയൊരു മംഗളവാർത്തയൊന്നും ആയിരുന്നില്ല. ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, നീ ഗർഭം ധരിക്കുന്ന ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണമെന്നൊക്കെ പറയുമ്പോൾ മറിയം ചോദിക്കുന്നു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഉടനെ ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ പുത്രൻ അവൻ വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് ഇതാ
6 മാസം ഗർഭവതിയാണ്. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 1:37 വാക്യം ഒരാനന്ദമായി മറിയത്തിൻ്റെ ഹൃദയത്തിലേക്ക് എത്തുകയാണ്. എന്താണ് ആ 37 വാക്യം? എൻ്റെ മകളെ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ആ കേട്ട വചനം അവളുടെ ഉള്ളിൽ ആനന്ദമായി. പിന്നീട് അവൾ നടന്നു കയറുന്നത് മുഴുവൻ ഈ സഹനത്തിൻ്റെയും വേദനയുടെയും സങ്കടങ്ങളുടെയും വഴിയാണ്. അവൾ പോയ വഴിയുടെ അരികത്ത് പോലും പോകാൻ നമുക്കാവില്ല. പക്ഷേ അവളുടെ ഉള്ളിലെ ഈ ആനന്ദം എന്തായിരുന്നു? മംഗളവാർത്തയിൽ അവൾക്ക് ലഭിച്ച ആനന്ദം എന്തായിരുന്നു? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഒരസ്ത്രം പോലെ അവളുടെ ചങ്കിലേക്ക് അത് തറഞ്ഞു കയറുകയാണ്. പിന്നീട് അവൾ കടന്നു വന്ന വഴികളിലെല്ലാം ഈ കനൽക്കട്ടയിലൂടെ നടന്നപ്പോൾ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും അവളെ ചുറ്റിവളഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ എവിടെയോ ഒരു വെട്ടം. ആ വെട്ടത്തിൻ്റെ ആനന്ദം എന്താണത്? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതാണ് മംഗളവാർത്തയിലൂടെ മറിയത്തിന് ലഭിച്ച ആനന്ദമെന്ന് പറയുന്നത്. അതാണ്. അതിനുശേഷം മറിയത്തിൻ്റെ 6-7 യാത്രകൾ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ പറ്റും. എൻകരീം എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എലീശാമയെ കാണാനായിട്ടുള്ള യാത്ര, അവിടെ നിന്ന് തിരികെയുള്ള യാത്ര. പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ 160 കിലോമീറ്ററാണ് ബേത്ലഹേമിലേക്ക്. അവൾ നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് 160 കിലോമീറ്ററാണ്. 2 വഴികളിലൂടെ അവർക്ക് പോകാമായിരുന്നു. നേരെ വലിയ കുന്നും മലയും ഒക്കെ കടന്നവർക്ക് പോകാം. പക്ഷെ ജോസഫ് മറിയത്തിനെയും കൊണ്ടുപോയത് സമറിയ വഴിയാണ്. സമറിയ എന്ന് പറയുന്നത് അവരുടെ ശത്രുക്കൾ ജീവിക്കുന്ന സ്ഥലമാണ്. ആരും അവരെ സഹായിച്ചില്ല. ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം, ഭൗതികമായ ഒരു കച്ചിത്തുരുമ്പ് പോലും ആശ്രയിക്കാനായിട്ടില്ല. ഉള്ളിൽ മുഴുവൻ വേദനയാണ്, ചുറ്റുപാട് ഇരുട്ടാണ്. എല്ലാം നിലച്ചതുപോലെ തോന്നുമ്പോഴും ഉള്ളിൽ അവൾക്ക് ആനന്ദത്തിൻ്റെ ഒരു വെട്ടമുണ്ടായിരുന്നു. നമ്മുടെ എല്ലാം ഒരു സങ്കടമെന്ന് പറയുന്നത് എന്താണ്? ഉള്ളിലെ വെട്ടം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഉള്ളിലൊരു നിറവില്ല. ഉള്ളിൽ നിറവുള്ളവൻ പുറമേ ഉള്ളതിൻ്റെ പുറകെ പോകില്ല. പുറമേയുള്ള ചപ്പിൻ്റെയും ചവറിൻ്റെയും പുറകെ പോകില്ല. അവളുടെ ഉള്ളിലൊരു നിറവുണ്ടായിരുന്നു, വചനത്തിൻ്റെ നിറവ്, ഈശോയുടെ നിറവ്. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ളതൊന്നും അവളെ സ്വാധീനിച്ചില്ലെന്നുള്ളതാണ്. ഈ യാത്രയുടെ മധ്യത്തിൽ ആശ്രയിക്കാൻ ആരുമില്ലാതെ അവൾ അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴും വഴി അറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്തിനു പോകണമെന്നറിയില്ല, ഒന്നും അറിയില്ല. ജോസഫ് മറിയത്തിനെയും കൊണ്ട് യാത്ര തിരിക്കുകയാണ്. സമറിയായിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും ഉറങ്ങി, ഗ്രാമം മുഴുവൻ ഉറങ്ങി. ആരാലും അവർ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഈ യാത്രയെ ആരും ശ്രദ്ധിച്ചില്ല, അവരും ശ്രദ്ധിച്ചില്ല. എല്ലാവരും ഉറങ്ങിയപ്പോഴും ദൈവം അവരെ ശ്രദ്ധിച്ചു. അതായിരുന്നു മറിയത്തിൻ്റെ ആനന്ദം. ദൈവം അവരെ ശ്രദ്ധിച്ചു. എല്ലാവരും ഉറങ്ങിയപ്പോഴും ദൈവം ഉറങ്ങാത്ത രാത്രികളായിരുന്നു ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ഈ യാത്രയുടെ രാത്രികൾ. സ്വർഗം ഉണർന്നിരുന്ന രാത്രികളായിരുന്നു ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ഈ യാത്രയുടെ രാത്രികൾ. അപ്പം ഈ യാത്ര കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴും സ്വർഗം തുറന്നിരുന്നു. ദൈവം ശ്രദ്ധിച്ചു, ദൈവം ഉറങ്ങാതിരുന്നു എന്നുള്ളതാണ് അവളുടെ ആനന്ദം. ദൈവത്തിൻ്റെ കണ്ണുകൾ ഒരിക്കലും അടയുന്നില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും, ദൈവത്തിൻ്റെ കണ്ണുകൾ ഒരിക്കലും അടയുന്നില്ല. ഞാൻ 1-2 സ്ഥലത്ത് പള്ളികൾ പണിതപ്പോൾ ദൈവത്തിൻ്റെ ഒരു കണ്ണ്, മമ്മൂട് പള്ളിയിൽ അങ്ങനെ ഒരു കണ്ണ് വന്നവരൊക്കെ ചോദിച്ചാൽ എന്താ അച്ഛാ ഈ ഒരു കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നത്? രാത്രിയിലും പകലും ഈ കണ്ണിങ്ങനെ തുറന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണാണ്. ഒരിക്കലും അടയാത്ത കണ്ണെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണാണ്. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാവുന്നത്. ഏത് സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് ചവിട്ടിക്കയറാൻ, കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ ചവിട്ടിക്കയറാൻ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ശക്തി പകരുന്നത് ദൈവത്തിൻ്റെ കണ്ണുകൾ ഒരിക്കലും അടയുന്നില്ല എന്നൊരു സത്യത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്. അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ പറഞ്ഞത്, കർത്താവേ എൻ്റെ കണ്ണുനീര് നീ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണുനീര് നീ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കാരണം ദൈവം എല്ലാം കാണുന്നു.
അവൻ ഇടപെടും. എൻ്റെ മുടിയിഴകൾ പോലെ അവൻ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. മറിയത്തിൻ്റെ ഒരു വലിയ ആനന്ദമെന്ന് പറയുന്നത് ഈ യാത്രയിൽ അവൾ അനുഭവിച്ച ഈ ആനന്ദമാണ്. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചപ്പോൾ ഉണ്ടായ ഒരു ആനന്ദമുണ്ട് മറിയത്തിന്. അല്ലെങ്കിൽ മറിയം കാൽവരിയോളം എത്തില്ല, അല്ലെങ്കിൽ അവളുടെ ജീവനം ഇങ്ങനെ പോകില്ല. അവളുടെ ഉള്ളിൽ ഈ ഒരു വലിയ ബോധ്യമായിരുന്നു, എൻ്റെ മുൻപിൽ ഒരിക്കലും അടയാത്ത പിതാവായ ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട്. അതാണ് അവളുടെ ഉള്ളിൽ ലൂക്ക 1:37 തറഞ്ഞു കയറിയത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ മകളെ. ഈ ഒരു ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് മറിയം എത്തുകയാണ്. മറിയത്തിൻ്റെ മൂന്നാമത്തെ ആനന്ദമെന്ന് പറയുന്നത് ഈശോയെ ബേത്ലഹേമിൽ ജനിച്ചപ്പോഴുണ്ടായ ആനന്ദമാണ്. ഈശോയെ നൽകാൻ അവൾക്ക് കഴിഞ്ഞതിനുള്ള ആനന്ദമാണ്. അത്ര നിസ്സാരമായൊരു കാര്യമാണ്. അവൾ എത്രയോ വലിയ അനുഗ്രഹിക്കപ്പെട്ട അമ്മയായിട്ട് മാറി. ഈ ലോകത്തിലേക്ക് കർത്താവിന് നൽകാൻ തക്കവിധം ദൈവം പാവപ്പെട്ട ഈ പെണ്ണിനെ തിരഞ്ഞെടുത്തപ്പോൾ അവൾക്കുണ്ടായ ആനന്ദം എത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൊടുക്കുമ്പോൾ മനുഷ്യന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ബാക്കി എന്തെല്ലാം നമ്മൾ കൊടുത്താലും ദൈവത്തെ എന്താ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ആനന്ദമില്ലല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ആനന്ദമില്ലല്ലോ. 2-3 നിലയുള്ള വീടുകളാണ്, 3-4 നേരം ഭക്ഷിക്കാനുള്ള ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളുടെ നടുവിലും എന്തേ ഈ ശൂന്യത? അമ്മയും തള്ളയും തമ്മിലൊരു വ്യത്യാസമുണ്ടെന്നാണ് പറയുക. അമ്മയും തള്ളയും തമ്മിൽ വ്യത്യാസമുണ്ട്. തള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോഴി കുഞ്ഞുങ്ങളുടെ തള്ളക്കോഴിയുണ്ട്, മുട്ട വിരിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കുന്ന, കൊത്തിപ്പെറുക്കി കൊടുക്കുന്ന ഈ കോഴിയെ നമ്മൾ ഒരിക്കലും അമ്മക്കോഴി എന്ന് വിളിക്കില്ല, തള്ളക്കോഴി എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പശുക്കളെയൊക്കെ വളർത്തും. പശുക്കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ തള്ളപ്പശു എന്നാണ് വിളിക്കുന്നത്, അമ്മ പശു എന്ന് വിളിക്കാറില്ല. പക്ഷേ നിങ്ങൾ ചിലരെ എന്തുകൊണ്ടാണ് അമ്മയെന്ന് വിളിക്കുന്നത്? അമ്മയും തള്ളയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തള്ള കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കും, കുഞ്ഞുങ്ങളെ പ്രസവിക്കും, കുഞ്ഞുങ്ങളെ ഊട്ടി വളർത്തും, ഉടുക്കാനും കിടക്കാനും എല്ലാം നൽകും. അതാണ് തള്ള. കുഞ്ഞുങ്ങളെ പ്രസവിക്കും, അതിനെ ഊട്ടി വളർത്തും, പാല് കൊടുക്കും, ഉണ്ണാനും തിന്നാനും കൊടുക്കും, ഒപ്പം ദൈവത്തെയും കൂടി കൊടുക്കും. ആ ദൈവത്തെ ഇന്ന് കൊടുക്കാൻ നമ്മുടെ കുടുംബങ്ങളിൽ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബം ഇന്ന് സങ്കടങ്ങളുടെ കുടുംബമായി മാറുന്നത്. എല്ലാ സമൃദ്ധിയുടെ നടുവിലും എന്തേ നമ്മുടെ കുടുംബത്തിൽ ഈ ആനന്ദമില്ലല്ലോ? എല്ലാം ഉണ്ട്, പക്ഷെ ദൈവമില്ല. മറിയത്തിൻ്റെ ആനന്ദത്തിൻ്റെ വലിയ കാരണം എന്താണ്? അവക്ക് കർത്താവിനെ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. ലോകത്തിലേക്ക് ദൈവത്തെ കൊടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട അമ്മ, ആ അമ്മയുടെ സന്തോഷം എത്ര വലുതാ! എത്ര സഹനത്തിന് നടുവിലും അവൾക്ക് ഈ ആനന്ദം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. കാരണം കാലിത്തൊഴുത്തിൽ ഈശോയെ പ്രസവിച്ചപ്പോൾ, ലോകത്തിന് ഈശോയെ നൽകിയപ്പോൾ അവൾക്കുണ്ടായൊരു ആനന്ദമുണ്ട്. നമ്മൾ കർത്താവിനെ കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആനന്ദമുണ്ട്. ബാക്കി എന്തെല്ലാം കൊടുത്താലും ഈ ഒരു ആന്തരികമായ ആനന്ദം നമുക്ക് ലഭിക്കില്ല. മറിയത്തിൻ്റെ അടുത്ത സന്തോഷം എന്ന് പറയുന്നത് ആഴമായ ആത്മബന്ധങ്ങളിലുണ്ടായ സന്തോഷമാണ്. ഇന്നത്തെ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഹലോ ബന്ധങ്ങളാണ്, കൃത്രിമ ബന്ധങ്ങളാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ ചിരിയെ പോലും പറയുന്നത് പ്ലാസ്റ്റിക് ചിരി എന്നാണ് പറയുക. ഉള്ളിൽ നിന്ന് നമുക്കിന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. കാര്യം, സുഹൃത്തുക്കളെയും കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് ചിരിക്കും, പക്ഷെ ആ ചിരി ശരിക്കും ഒരു പ്ലാസ്റ്റിക് ചിരിയല്ലേ. ഉള്ളിൽ ആനന്ദമില്ലാത്തതുകൊണ്ടാണ് ഈ കൃത്രിമ ചിരിയും ഈ പ്ലാസ്റ്റിക് ചിരിയും ഒക്കെ വരുന്നത്. എന്താ കാരണം? ആഴമായ ആത്മബന്ധങ്ങളിൽ സന്തോഷം കണ്ടെത്തിയൊരു മറിയുണ്ട്. അവൾക്ക് മംഗളവാർത്ത ലഭിച്ചു. ഒപ്പം തന്നെ അവൾക്ക് കിട്ടിയ മറ്റൊരു വാർത്തയാണ് നിന്റെ ഏലീശാമ, ഇത് അവൾ ഗർഭിണിയാണ്. അവൾ വന്ധ്യയായിരുന്നു. യഹൂദ സമുദായത്തിൽ വന്ധ്യകളെ ആരും പരിഗണിച്ചിരുന്നില്ല. വന്ധ്യയുള്ള വീട്ടിലേക്ക് ആരും കയറിപ്പോകില്ല. വന്ധ്യയുള്ള വീട്ടിൽ നിന്ന് അയലോക്കക്കാർ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല.
അവരോട് മിണ്ടത്ത് പോലുമില്ല. കാരണം വന്ധ്യത എന്ന് പറയുന്നത് പാപത്തിൻ്റെ വലിയ പരിണത ഫലമാണെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് എന്തോ വലിയ പാപം ചെയ്തു, ദൈവം കോപിച്ച് ഇവളെ വന്ധ്യയാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒറ്റപ്പെട്ട് ആ വീടിനുള്ളിൽ വളരെ വേദനയോടെ കഴിഞ്ഞിരുന്ന ഏലീശയുടെ അടുക്കിലേക്ക് അവൾ ഓടുകയാണ്. എത്ര കിലോമീറ്ററാണ്, എത്ര മൈലാണ്? 80 മൈൽ ദൂരമാണ്. നസ്രത്തിൽ നിന്ന് എൻകരീമിലേക്ക് 80 മൈൽ ദൂരമുണ്ട്. കുന്നും മലയും എല്ലാം ചവിട്ടി കയറി അവൾ ഏലീശാമ്മയുടെ അടുക്കിലെത്തി ഏലീശാമ്മയെ ശുശ്രൂഷിക്കുകയാണ്. ഇത് അവൾക്ക് ലഭിക്കുന്ന വലിയൊരു ആനന്ദമുണ്ട്, വലിയൊരു ആനന്ദമുണ്ട്. അമ്മയുടെ ഏലീശാമ്മയുടെ അടുക്കൽ ചെല്ലുകയും ആ അമ്മയ്ക്ക് ആ സന്തോഷം നൽകുകയും ചെയ്തപ്പോൾ, അതുകൊണ്ടാണ് ഏലീശ പറഞ്ഞത്, നീ എൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ ഉദരത്തിലെ കുഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടി എന്നാണ് പറയുന്നത്. സന്തോഷമുള്ളവർ ദുഃഖിതരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷമാണ്, അവർക്ക് സന്തോഷമാണ്. ഇപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആനന്ദം, നമുക്ക് ആത്മബന്ധം, ആഴമായ ബന്ധങ്ങൾ, നമുക്കിന്ന് ബന്ധങ്ങളില്ലല്ലോ. വലിയ വീടുമൊക്കെ വെച്ച് ചുറ്റും വലിയ മതിലും കെട്ടി റിമോട്ട് കൺട്രോളിൻ്റെ ഗേറ്റും വെച്ച് ചെടുത്ത് ഇങ്ങനെ അകത്തൊറ്റയ്ക്ക് ഇരിക്കുക. ആരെങ്കിലും വന്നാൽ അപ്പുറത്തും ഇപ്പുറത്തും നല്ല മുഴുത്ത 2 പട്ടികളും കാണും. അകപ്പാടുള്ള എഴുത്തര സന്തോഷം ഈ പട്ടിയുടെ കൂടെ കിടക്കുക, പട്ടിക്ക് തീറ്റ കൊടുക്കുക. അയലോക്കത്ത് പട്ടിണി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊന്നും കയറാൻ പോലും പറ്റില്ല. കാരണം ചെടുത്ത അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഞെക്കിയാലേ പുറത്തെ ഗേറ്റ് തുറക്കുകയുള്ളൂ. എന്തൊരു കാലമായത്! ആർക്കും ആരോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, ആർക്കും ആരോടൊരു ബന്ധമില്ല. ആ മുറിയിൽ കിടന്ന് ചത്തുപോയ പോലും ആരും അറിയത്തില്ല. പണ്ടത്തെയൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ, എന്തോ ഒരു ആഴമായ സ്നേഹബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും അയൽവക്ക ബന്ധങ്ങളുമായിരുന്നു നമുക്ക്. ഇന്ന് ഒന്നിനും ആർക്കും സമയമില്ല. പരിണതഫലം എന്താണ്? ഈ നിരാശയും സങ്കടവും വേദനയും എല്ലാം കൂടി അവസാനം ആത്മഹത്യയിലേക്കും ഒറ്റപ്പെടലിലേക്കും ചെല്ലുകയാണ്. മറിയത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല, അവൾ ഓടി എലീശാമ്മയുടെ അടുക്കിലേക്ക് അവൾ ഓടുകയാണ്. ആ എലീശാമ്മയുടെ ഇത് നമ്മൾക്ക് വലിയൊരു മാതൃക പ്രിയപ്പെട്ടവര്. ആഴമായ നല്ല ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിൽ ദൈവം നമുക്ക് തരുന്നൊരു ആനന്ദമുണ്ട്. കിട്ടാൻ വേണ്ടി മറിയം ഓടിയില്ല, കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മറിയം ഓടിയത്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടി ഓടുന്ന ജീവിതമല്ല, കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബന്ധങ്ങളുടെ ജീവിതമല്ല ക്രൈസ്തവ ജീവിതം. കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബന്ധങ്ങളുടെ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. കൊടുത്തു തീരുന്നിടത്ത് ഒരിക്കലും ശൂന്യതയില്ല. നമ്മുടെ വിചാരം കൊടുത്തു തീരുന്നിടത്തൊരു ശൂന്യതയാണ്. നമ്മുടെ കയ്യിൽ 100 രൂപയുണ്ട്, അതിനകത്ത് 1 രൂപ പോലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാ ആഴ്ചയിലും കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലും മാനസിക രോഗികളിൽ ഉള്ള വാർഡിലും ഭക്ഷണം കൊടുക്കാറുണ്ട്. എൻ്റെ ഇടവക്കാർ തരുന്ന പണം കൊണ്ടാണ്. ഒരു ഗ്രൂപ്പ് എല്ലാ ശനിയാഴ്ചയും വന്ന് ഭക്ഷണം ഉണ്ടാക്കി നല്ല ചൂടോടെ ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. ഇവർ കുറേ പേര് എൻ്റെ കൂടെ ഈ ഹോസ്പിറ്റലിൽ വരും. പലപ്പോഴും തിരിച്ചു പോരുന്നത് കണ്ണു നിറഞ്ഞാണ്. കാരണം ഈ ക്യാൻസർ രോഗികൾ ഒന്ന് ആർത്തിയോടെ ഭക്ഷണം വാങ്ങിക്കുമ്പോൾ ഒരു ക്യാൻസർ രോഗിയുടെ അടുത്ത് മിനിമം 1, 2, 3 ബൈസ്റ്റാൻഡേഴ്സ് എങ്കിലും കാണും. 6 ജില്ലകളിൽ നിന്നുള്ളവരാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ കിടക്കുന്നത്. കോട്ടയത്തിന് അടുത്തുള്ളവർക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ചെല്ലാൻ പറ്റും. അങ്ങ് കാസർഗോഡ് മുതൽ കോതമംഗലം അങ്ങനെ എല്ലായിടത്തു നിന്നും വരുന്ന രോഗികളുണ്ട്. അവർക്ക് എവിടുന്നാ പണം? ഞങ്ങൾ ഈ കൊടുക്കുന്ന ചോറ് അവർ ദൈവത്തെ പോലെയാണ്. അവർ ഞാൻ ഇടവക്കാരോട് പറഞ്ഞു, മക്കളെ, അന്നദാനം എന്ന് പറയുന്നത് ദൈവദാനമാണ്, അന്നദാനം ദൈവദാനമാണ്. ഞങ്ങൾ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഏകദേശം 20,000 രൂപ ഒരു ദിവസം വേണം. ഇന്ന് വരെ 1 രൂപ പോലും മുടങ്ങിയിട്ടില്ല. 1 രൂപയ്ക്ക് പോലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം ഈ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. മറിയം ആ ആനന്ദം അനുഭവിച്ചവളാണ്. അവൾ ഓടി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മറിയത്തിൻ്റെ ആഴമായ ആത്മബന്ധങ്ങൾ. ഒന്നാണ് കാനായിലെ വിവാഹ വിരുന്നിൽ അവൾ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി മാത്രമാണ്. പക്ഷെ അവൾ നേരത്തെ പോയി. നമ്മൾ ചിലർ വീട്ടിൽ നേരത്തെ പോകും, എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് അറിയാനാണ്. പക്ഷെ അവൾ നേരത്തെ പോയത് അതിന് വേണ്ടിയിട്ടല്ല. അവൾ നേരെ ചെന്നു, കുടുംബത്തിൻ്റെ അപ്പനെ കണ്ടു, അമ്മയെ കണ്ടു, മണവാളിനെ കണ്ടു. പിന്നെ അവൾക്ക് അവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടി ഇരുന്നാൽ മതിയായിരുന്നു, ഭക്ഷണം കഴിച്ചത് തിരിച്ചു പോന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇവരെല്ലാം കണ്ടതിന് ശേഷം അവളുടെ കണ്ണുകൾ എത്താത്ത മുക്കും മൂലയുമില്ല ആ വീട്ടിൽ. അവളിങ്ങനെ ചുറ്റു നടന്നു.
അകത്തൂടെ നടന്നു, പുറത്തൂടെ നടന്നു, ഭക്ഷണശാലയിൽ പോയി, കലവറയിൽ പോയി, അടുക്കളയിൽ പോയി. അപ്പോൾ അവൾക്ക് മനസ്സിലായി വീഞ്ഞ് തികയത്തില്ല. ഒരു വീടിൻ്റെ നൊമ്പരം മുഴുവൻ അവൾ ഏറ്റെടുത്തു, ആ വേദന മുഴുവൻ അവൾ ഏറ്റെടുത്തു. അവൾ ഈശോ അടുക്കൽ ചെന്ന് ആരും അറിയാതെ, നമ്മളാണ് 2 നോട്ടീസുകൾ അടിച്ചിറക്കിയത്. അവൾ ആരും അറിയാതെ ഈശോയോട് പറഞ്ഞു, മോനെ തികയത്തില്ല. എന്താ അമ്മേ? മോനെ, ഇത് വലിയൊരു ഫംഗ്ഷനല്ലേ, ഇവിടെ വീഞ്ഞ് തികയില്ല, എന്തെങ്കിലും നീ ചെയ്തേ പറ്റുള്ളൂ. ഈ വീടിനി ഇങ്ങനെ ഒരു അപമാനത്തിൽ ചെന്ന് പെടാൻ പാടില്ല. എനിക്ക് ഒരമ്മയുടെ ഒരാനന്ദം കണ്ടില്ലേ? ഈശോയോട് പറഞ്ഞ് അവിടെ ലഹരി പിടിച്ച് വീഞ്ഞ് വിളമ്പപ്പെടുമ്പോൾ ഈ അമ്മയുടെ ഉള്ളിൽ അനുഭവിച്ച ആനന്ദത്തിൻ്റെ ഒരു ലഹരിയുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരാനന്ദമുണ്ട്. ഞാൻ ഈ ക്യാൻസർ വാർഡിലും മാനസിക രോഗികളുടെ വാർഡിലും ഞാനത് കണ്ടു. ഈ ബൈസ്റ്റാൻഡേഴ്സ് വന്നിട്ട് ചോറുംപൊതി മേടിച്ചിട്ട് എന്നെ നോക്കിയിട്ട് കണ്ണു നിറഞ്ഞ് അവർ പോകുന്നത്. കാരണം ഞാൻ അവരുടെ ആരുമല്ല. പക്ഷെ ആ ചോറുംപൊതി മേടിച്ചിട്ട് അവരിങ്ങനെ നോക്കി, ഞാൻ നെറ്റിലൊരു കുരിശമൊക്കെ വരച്ച് വിടും, ശരിയാവും, തമ്പുരാനുണ്ട്, ഇടപെടും, സാരമില്ല, സങ്കടം വേണ്ട, എന്തോ ദൈവത്തിൻ്റെ പദ്ധതി. ഇത്രയും ഒന്ന് കേട്ടാൽ മതി, അവർക്ക് ഇത്രയും ഒന്ന് കേട്ടാൽ മതി. തമ്പുരാൻ ഇടപെടും. ഇതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ട്. നമ്മുടെ ഈ രോഗത്തിൻ്റെ പിൻപിൽ തമ്പുരാൻ്റെ ഒരു സ്നേഹമുണ്ട്. ഇത് ശിക്ഷയൊന്നുമല്ല, ഇതൊരു വിധിയല്ല, ഇത് സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്നതാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആനന്ദമില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ മറിയത്തിനുണ്ടായ ഒരു ആനന്ദമുണ്ട്. ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദമാണ് അത്. ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു ആനന്ദമാണ്. നമ്മൾ നമ്മുടേതായ ലോകത്തും നമ്മുടേതായ ദുഃഖങ്ങളിലും ഒതുങ്ങിക്കൂടുമ്പോൾ നമ്മുടെ ജീവിതം ഭാരമുള്ളതായി മാറും. അതുകൊണ്ട് നമുക്ക് ഈ അസ്വസ്ഥതയും നിരാശയൊക്കെ ഉണ്ടാകും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ചിന്തിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമാണ്, നമ്മുടെ കടബാധയെക്കുറിച്ച് മാത്രമാണ്, നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച് മാത്രമാണ്. നമ്മളെപ്പോഴൊക്കെ നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മുടെ സങ്കടങ്ങളിലും മാത്രം ഒതുങ്ങി ജീവിക്കുന്നു, അപ്പോഴൊക്കെ നമ്മുടെ ജീവിതം ഭാരമുള്ളതായി മാറും. എന്നാൽ എപ്പോഴൊക്കെ മറ്റുള്ളവൻ്റെ സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കും ചെന്ന് അത് അല്പം ഒന്ന് പങ്കുവയ്ക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു നോട്ടം മതി ഒരാളെ ആശ്വസിപ്പിക്കാൻ, ഒരു നോട്ടം മതി ഒരാളെ സുഖപ്പെടുത്താൻ, ഒന്ന് അടുത്ത് ചെന്നിരിക്കാൻ, ഒരു സ്പർശനം മതി ഒരു രോഗി സുഖപ്പെടാൻ. അതിന് പോലും നമുക്ക് സമയമില്ല. നമ്മൾ നമ്മുടേതായ ആ വേദനയുടെ ലോകത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്. ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും, ഞാനും എൻ്റെ പണവും, ഞാനും എൻ്റെ ബിസിനസ്സും, മറ്റൊന്നും നമുക്ക് ബാധകമാകാറില്ല. പരിണത ഫലവും പറക്ക പറ്റുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? ജാതിയും മതവും നോക്കാതെ പോവുക. മറ്റുള്ളവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും പങ്കെടുത്തപ്പോൾ, അവരോടൊത്ത് സമയം ചെലവഴിച്ചപ്പോൾ, കാനായിലെ ആ കുടുംബത്തിൻ്റെ വേദന ഏറ്റെടുത്തപ്പോൾ, എലീശാമ്മയുടെ കൂടെ രാവുന്ന പകലൊന്നുമില്ലാതെ മാസങ്ങൾ ചെലവഴിച്ചപ്പോൾ അമ്മ അനുഭവിച്ച ഒരു സങ്കടം, അവളുടെ എല്ലാ ദുഃഖങ്ങളും മാറി. അവൾക്കറിയാം അവൾ വലിയ ഒരു വേദനയിലൂടെ കടന്നു പോകുന്നത്. തിരിച്ചിനി നർസത്തിലേക്ക് ചെല്ലുമ്പോൾ അരവയറുമായിട്ടാണ് അല്ലെങ്കിൽ നിറവയറുമായിട്ടാണ് അവൾ നർസത്തിലേക്ക് പോകാനായിട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, നിന്റെ ഉദരത്തിലെ, നിന്റെ ഗർഭത്തിലെ ഈ കൊച്ചിൻ്റെ അപ്പനാരാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരാൾ പോലും ഇല്ല. അത് മറിയത്തിനറിയാം. അതിനപ്പുറത്ത് ഒരു വേദന അവൾക്ക് അനുഭവിക്കാനായിട്ടുണ്ടോ? ഈ നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കൊച്ചിൻ്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ അവൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ആരുമില്ല. പക്ഷെ എങ്കിലും അവൾക്ക് വലിയ ആനന്ദമായിരുന്നു. എന്താ കാരണം? മറ്റുള്ളവൻ്റെ വേദനകളും ദുഃഖങ്ങളും അവളത് കണ്ടു, അവരുടെ കൂടെ ചെലവഴിച്ചു, അവരുടെ നൊമ്പരങ്ങളിൽ പങ്കെടുത്തു, അവരുടെ വേദനകൾ അവളുടെയും കൂടെ സ്വന്തമാക്കി മാറ്റി. പണം കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല ആനന്ദം. സന്തോഷം എന്ന് പറയുന്ന അതാ. മറിയത്തിന് ഈ ആന്തരിക ആനന്ദം കിട്ടാൻ അവൾ എങ്ങും കൗൺസിലിങ്ങിന് പോയില്ല. ഈ ആനന്ദം കിട്ടാൻ അവൾ പണം മുടക്കിയില്ല.
അവൾ മറ്റുള്ളവൻ്റെ വേദനകളിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ അതാ അച്ഛന് പറഞ്ഞത്, നമ്മളെപ്പോഴൊക്കെ നമ്മുടെ നൊമ്പരങ്ങളിലേക്കും വേദനകളിലേക്കും മാത്രം ഒതുങ്ങുന്നോ അപ്പോഴൊക്കെ നമ്മുടെ ജീവിതം ഭാരമുള്ളതാവും. മുന്നോട്ട് പോകാൻ നമുക്ക് നിവൃത്തിയില്ല, എന്താ ചെയ്യണമെന്നറിയില്ല. എന്നാൽ മറ്റുള്ളവൻ്റെ വേദനകളിലേക്കും നൊമ്പരങ്ങളിലേക്കും നമ്മൾ അല്പം ഒന്ന് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ആനന്ദമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. മാതാവിൻ്റെ ആനന്ദം അതായിരുന്നു. മാതാവിനെ എപ്പോഴെങ്കിലും സന്തോഷവതി എന്ന് നമ്മൾ വിളിക്കുമോ? മംഗളവാർത്ത മുതൽ കുരിശിൻ ചുവട് വരെ അവൾ എന്നും വ്യാകുലങ്ങളുടെ അമ്മയായിരുന്നു. നമ്മൾ അവൾക്ക് ഇട്ടിരിക്കുന്ന ഓമന പേരാണ് വ്യാകുല മാതാവേ. അവൾ വ്യാകുലങ്ങളുടെ അമ്മയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അവൾ ആനന്ദത്തിൻ്റെ അമ്മയായിരുന്നു. ദൈവീകമായ ആനന്ദം, ആത്മാവിൻ്റെ ആനന്ദം. അതുകൊണ്ടല്ലേ അവളിങ്ങനെ പറഞ്ഞത്, എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവളുടെ സ്തോത്രഗീതത്തിലെ ആദ്യത്തെ വചനമാണ്, എൻ്റെ ചിത്തം എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പം ദൈവത്തിൽ ആനന്ദം കണ്ടെത്തിയ ഒരമ്മ. അതിനുവേണ്ടി അവൾ എന്തൊക്കെയാണ് ചെയ്തത്? ഈശോയെ നൽകി, മറ്റുള്ളവരുടെ വേദനകളിലേക്ക് അവൾ ഇറങ്ങിച്ചെന്നു. ഇതെല്ലാം മറിയത്തിൻ്റെ സന്തോഷമാണ്. മറിയത്തിൻ്റെ അടുത്ത സന്തോഷത്തിൻ്റെ കാരണം, കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾക്ക് തൻ്റെ പ്രിയ പുത്രനെ കാട്ടിക്കൊടുത്തപ്പോൾ അവൾക്കുണ്ടായൊരു സന്തോഷം. ഏതൊരമ്മയ്ക്കും ഉണ്ടാകുന്നൊരു സന്തോഷം അതാണ്. ഏതൊരമ്മയ്ക്കും ഉണ്ടാകുന്നൊരു സന്തോഷം അതാണ്. എൻ്റെ ഇടവകയിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു സ്ത്രീ സിസേറിയനെല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിൽ വന്നു. അവളുടെ അമ്മായി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനൊന്ന് വരാമോ, കൊച്ചിനെ തലയിൽ നിന്ന് കുരിശ് വരച്ചിട്ട് പോകാം, അവന് ഭയങ്കര ഞടുക്കവും പേടിയൊക്കെയാണ്. ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ചെന്നു. അവിടെ അല്പസമയം ഇരുന്നു, കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവളോട് ഇച്ചിരി സംസാരിച്ചു. പോരാ നേരം എൻ്റെ കയ്യിൽ ഇങ്ങനെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരുപാട് സമാധാനമായി, എനിക്കൊരുപാട് സന്തോഷമായി. അച്ഛൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നല്ലോ. ഇതൊരു വലിയ ആനന്ദമാണ് പ്രിയപ്പെട്ടവരെ. ഈ ജ്ഞാനികൾ ഒരുപാട് ദൂരെന്നാണ് വരുന്നത്. അവർ വരുമ്പോൾ അവർക്ക് വഴിയറിയില്ല. അങ്ങ് ആകാശത്തുയർന്ന ഒരു വാൽനക്ഷത്രത്തിൻ്റെ അരണ്ട വെളിച്ചത്തിലാണ് അവർ നടന്ന് ബേത്ലഹേമിലേക്ക് നീങ്ങുക. ബേത്ലഹേമിലെത്തി ആ കാലിത്തൊഴുത്തിലേക്ക് അവർ കുനിഞ്ഞു കയറി മീറയും കുന്തിരിക്കവും സ്വർണ്ണമൊക്കെ കാഴ്ചവെച്ചപ്പോൾ ഈ അമ്മയ്ക്കുണ്ടായ ഒരു ആനന്ദം, എന്തോ ഒരു വലിയ ആനന്ദമാണ് അമ്മ അനുഭവിച്ചത്. ഏതൊരു സാധാരണ അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു വലിയ ആനന്ദമാണ്. ദൈവം തനിക്ക് തന്ന കുഞ്ഞിനെ അവരെത്തുന്നു, അവനെ ആരാധിക്കുന്നു, അവനെ കരങ്ങളിലെടുക്കുന്നു, ഉയർത്തുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു എന്നൊക്കെ കാണുമ്പോൾ ഈ അമ്മ അനുഭവിച്ചൊരു ആനന്ദമുണ്ട്. കാലിത്തൊഴുത്തിൽ അവൾ അനുഭവിച്ച എല്ലാ നൊമ്പരങ്ങൾക്കും ഒരു ഉത്തരമായിരുന്നു. കാലിത്തൊഴുത്തെന്ന് പറയുന്നത് വലിയ ആനന്ദത്തിൻ്റെ സ്ഥലമൊന്നുമല്ല. കാലിത്തൊഴുത്തെന്ന് പറയുന്ന ഒരു നൊമ്പരത്തിൻ്റെ സ്ഥലമാണ്. കാരണം ബേത്ലഹേമിന് പുറത്ത് കന്നുകാലികളെ മേഞ്ഞിരുന്ന വിശ്രമിച്ചിരുന്ന കാലിത്തൊഴുത്തിലേക്ക് ജോസഫ് മറിയത്തിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ബേത്ലഹേമിലെത്തി കാലുബന്ധ പട്ടിയെ പോലെ ജോസഫ് ഓടി നടന്നു. ഒരു സ്ത്രീയല്ലേ, ഗർഭിണിയല്ലേ, അവക്കൊന്ന് പ്രസവിക്കാൻ ഒരു ഇടം വേണം. മറിയത്തിനെ ഏതോ ഒരു കടത്തിനയിൽ ഇരുത്തിയിട്ട് ജോസഫ് ഓടി നടന്നു. വളരെ വേദനയോടെ ജോസഫ് വന്നിട്ട് പറയുകയാണ്, മോളെ, ആരും നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നില്ല, ആരും നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നില്ല. അപ്പോൾ ഈ അമ്മ അനുഭവിച്ചൊരു വേദന ഒന്ന് ഓർത്ത് നോക്കി. അവസാനം ജോസഫ് ഈ മറിയത്തിനെ വിളിച്ചുകൊണ്ട് ബേത്ലഹേമിന് പുറത്തുള്ളൊരു ഗുഹയിലേക്ക് യാത്രയാവുന്നു. നമ്മളൊന്ന് ഓർത്തേ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ തീവ്രമായി ആഗ്രഹിക്കുന്ന സമയം അവളൊരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയമാണ്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ പോലും സിസേറിയൻ വാർഡിൽ ആണുങ്ങൾക്ക് പ്രവേശനമില്ല. പോയി നിന്നോളാൻ പറയും എവിടെയെങ്കിലും. അവിടെയുള്ളത് നേഴ്സുമാരാണ്. അതൊരു വലിയ ആശ്വാസമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവളൊരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ മറ്റൊരു സ്ത്രീയുടെ സാന്നിധ്യം എന്ന് പറയുന്ന അവൾക്ക് വലിയൊരു ആശ്വാസമാണ്. അതുപോലും നിഷേധിക്കപ്പെട്ടവളാണ് പരിശുദ്ധ കന്യാമറിയം. അവൾക്ക് പ്രസവവേദന എടുത്തു. ഞാനിങ്ങനെ ചിലപ്പോൾ മനസ്സിൽ കാണാറുണ്ട്. പ്രസവവേദന എടുത്തു, ആ കച്ചി
പുറത്ത് ആ ഗുഹയ്ക്കകത്ത് അവളിങ്ങനെ ഞെളിവിരി കൊള്ളുമ്പോൾ ജോസഫ് അവളുടെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ചു. രണ്ടുപേരും ആ വീട്ട് കരയുക. ജോസഫിന് എന്ത് ചെയ്യാൻ പറ്റും? ആ കാലിത്തൊഴുത്തിൻ്റെ വേദനയൊന്ന് ഓർത്തേ നിങ്ങൾ. അതിനകത്ത് നൊമ്പരത്തിന് ആർക്കുത്തരം പറയാനായിട്ട് പറ്റും? അങ്ങനെ വാവിട്ട് കരയുന്നതിൻ്റെ മധ്യത്തിലാണ് അവിടെ ഉണ്ണി പിറക്കുന്നത്. അപ്പോഴത്തേക്ക് അവൾ തളർന്നു കഴിഞ്ഞു. ആ ചോരക്കുഞ്ഞിനെയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവളിങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, കുഞ്ഞിനെ അമ്മയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോണം. 40 സംവത്സരങ്ങളെടുത്ത് മോശ ഈ മരുഭൂമിയിലൂടെ ഇവിടെ എത്താൻ. ആ 40 സംവത്സരങ്ങൾ ദൂരെ എത്തണം, ഈജിപ്തിലേക്ക് പോകണം. ഈ ചോരക്കുഞ്ഞിനെ ഒക്കത്ത് പിടിച്ച് കൂരിരട്ടിന് നടുവിലൂടെ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഈ തിരുക്കുടുംബം അനുഭവിച്ചൊരു വേദനയില്ലേ? പക്ഷെ ആ വേദനകൾക്കെല്ലാം ഒരു ഉത്തരം വന്നത് എപ്പോഴാ? ഈ ജ്ഞാനികൾ ഈ കാലിത്തൊഴുത്ത് കുമ്പിട്ട് അവനെ കാണാൻ ചെന്നപ്പോഴാണ്. അമ്മയുടെ ഈ കാലിത്തൊഴുത്തിൻ്റെ വേദനയെല്ലാം ഒരു ആനന്ദമായിട്ട് മാറി എന്നുള്ളതാണ്. നമ്മൾ ഈശോയെ ഇങ്ങനെ കൊടുക്കുമ്പോഴുണ്ടാകുന്ന അതും നമ്മൾ തിരിച്ചറിയാം. മറിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവൾ ഈശോയെ നൽകി എന്നുള്ളതാണ്. ഈശോയെ നൽകിയപ്പോൾ അവൾക്കുണ്ടായ ഒരു ആനന്ദമാണ്. ഈശോയെ അവളെ കാട്ടിക്കൊടുത്തപ്പോൾ അവൾക്ക് ലഭിച്ചൊരു ആനന്ദമുണ്ട്. എന്ന് പറഞ്ഞാൽ മറിയത്തിൻ്റെ ആനന്ദത്തിൻ്റെ കാരണം ഈശോയാ. നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം ഈശോ മാത്രമേ ആകാവുള്ളൂ. വേറെ ആരിലേക്ക് നോക്കിയാലും ഈ മറിയത്തിൻ്റെ ആനന്ദം നമുക്ക് ലഭിക്കില്ല. മറിയത്തിൻ്റെ 6ാമത്തെ സന്തോഷം എന്ന് പറയുന്നത് 3 ദിവസം കാണാതായതിനു ശേഷം ഉണ്ണിയെ കണ്ടെത്തിയപ്പോഴാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ ഇറങ്ങിയ മനോഹരമായൊരു ഫിലിമുണ്ടല്ലോ, 3-ാം നൊമ്പരം. സുന്ദരമായൊരു ഫിലിമാണ്. കാണാൻ പറ്റില്ലെങ്കിൽ പോയി കാണണം. 3-ാം നൊമ്പരം. 1-ാം നൊമ്പരം എന്ന് പറയുന്നത് മംഗളവാർത്തയാണ്. 2-ാം നൊമ്പരം എന്ന് പറയുന്നത് കാലിത്തൊഴുത്താണ്. മറിയത്തിൻ്റെ 3-ാം നൊമ്പരം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ഈശോയെ തേടിയുള്ള യാത്രയാണ്. വളരെ മനോഹരമായിട്ട്, വളരെ ഹ്യൂമനായിട്ട്, മാനുഷികമായിട്ട് ഔസപിതാവിൻ്റെയും മാതാവിൻ്റെയും വേദന അപ്പാടി ഒപ്പിയെടുത്ത് ആ ഫിലിമിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ നിലവിളിച്ച് ഓടുക ജോസഫ് മറിയം, മോനെ നീ എവിടെയാ, മോനെ നീ എവിടെയാ. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ ഒരു വേദന. ഭക്ഷണയിൽ ഉറക്കില്ല, അതിൻ്റെ ഇടയ്ക്ക് വീഴുന്നു, വെള്ളം കുടിക്കാൻ പോലും നിവൃത്തിയില്ല, തളർന്നു വീഴുന്ന മറിയം, താങ്ങിയെടുക്കുന്ന ജോസഫ്. അങ്ങനെ അന്വേഷിച്ച് അവളിങ്ങനെ ഓടി നടക്കുകയാണ്. ഓരോ കടത്തിനയിൽ ചെന്നിട്ട് ഓരോ പതപ്പ് പൊക്കി നോക്കും, മോനുണ്ടോ അവിടെ. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് എന്നിട്ട് നോക്കും, കൊച്ചാണോ അത്, ഈശോയാണത്. ആ അമ്മയുടെ തീ മുഴുവൻ, ഹൃദയത്തിലെ ആ തീ മുഴുവൻ മനോഹരമായിട്ട് ഈ 3-ാം നൊമ്പരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആര് കണ്ടാലും കരഞ്ഞു പോകുന്ന കുറേ മനോഹരമായ ചിത്രമാണത്. ഒരമ്മയുടെ വേദന അതാണ്. പക്ഷെ ഈ അമ്മ ഈ കുഞ്ഞിനെ കണ്ടെത്തുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ. നമുക്കൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൽ ഇതുപോലെ കർത്താവിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. തിരക്കിനിടയിൽ, സമ്പത്തിൻ്റെ ഇടയിൽ, സമൃദ്ധിയുടെ ഇടയിലൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ തിരികെ കിട്ടണമെങ്കിൽ ഈ ജോസഫും മറിയും അനുഭവിച്ച അതേ വേദനയുടെ വഴിയിലൂടെ നമ്മളിത് അന്വേഷിച്ചിറങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് കർത്താവിനെ തിരികെ കിട്ടും. ഈശോയെ കിട്ടിയപ്പോൾ ഈ അമ്മ അനുഭവിച്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരാനന്ദം. അമ്മ മോനെ കെട്ടിപ്പിടിച്ച് ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു മോനെ, നീ ഞങ്ങളോട് എന്താ ഇങ്ങനെ ചെയ്തേ? നിന്റെ അപ്പനും ഞാനും വേദനയോടെ എത്ര ദിവസമായി മോനെ അന്വേഷിക്കുന്നു. ആ വാക്കുകളിൽ മുഴുവൻ മറിയത്തിൻ്റെ ഈ ഹൃദയവേദന മുഴുവൻ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ആ വേദനയ്ക്കുള്ളിലും അവൾക്കൊരാനന്ദം ഉണ്ടായിരുന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വേദനകളുണ്ട്. പക്ഷേ ഈ ആനന്ദം എന്ന് പറയുന്നത് അത് ദൈവം നമുക്ക് തരുന്നൊരു ആനന്ദമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു ആനന്ദമാണ്. അപ്പോൾ ഈശോയെ നഷ്ടപ്പെട്ടു പോയ ഈശോയെ കണ്ടെത്തിയപ്പോൾ ജോസഫ് മറിയവും അനുഭവിച്ച വലിയ ഒരു ആനന്ദം. മറിയത്തിൻ്റെ ആനന്ദത്തിൻ്റെ അടുത്ത 7ാമത്തെ മറിയത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് ഈശോയുടെ പുനരുത്ഥാനത്തിന് ശേഷം ഈശോയെ കണ്ടപ്പോൾ മറിയ അനുഭവിച്ച ആനന്ദമാണ്.
ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് നിന്ന് എല്ലാവരും പോയപ്പോഴും മറിയം പോയിട്ടില്ല. അവൾക്കെങ്ങനെ പോകാൻ പറ്റുക? ഇതൊന്നും അതുപോലെ സുവിശേഷങ്ങൾ എഴുതിയിട്ടില്ല. പക്ഷെ ഒരമ്മയ്ക്ക് ആ കുരിശിൻ ചൂട് വിട്ടോ ആ കല്ലറ വിട്ടോ പോകാൻ പറ്റുമോ? നമ്മളെ കണ്ടിട്ടില്ലേ എത്രയോ സെമിത്തേരികളിൽ ഈ പ്രിയപ്പെട്ട മകൻ്റെ അടക്കം കഴിഞ്ഞ് ഈ അമ്മ കുത്തിയിരുന്ന് ആ കല്ലറയിൽ ആ കുഴിമാടത്തിലിരുന്ന് കരയുന്നത് കണ്ടിട്ടില്ലേ? അവൾക്ക് പോകാൻ പറ്റില്ല. ഈശോയെ കുരിശിൽ തറച്ചു. അവസാനം അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി ആ രക്തം വന്ന് വീഴുന്നത് മറിയത്തിൻ്റെ നറുനെറ്റിയിലാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പറയുകയാണ്, മറിയമാണ് ആദ്യത്തെ കാസ. ആദ്യത്തെ കാസ മറിയമാണ്. അവളുടെ ഹൃദയത്തിലേക്കാണ് പുത്രൻ്റെ തിരിച്ചോര ഒഴുകിയിറങ്ങിയത്. ഈശോയുടെ മൃതശരീരം എടുത്ത് മാതാവിൻ്റെ മടിയിൽ കിടത്തുമ്പോൾ മൂകമായ ഭാഷയിൽ അമ്മയോട് യാത്ര പറയുമ്പോൾ ഈ അമ്മ അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. ഇതൊക്കെ നമുക്ക് ഒന്ന് വർണ്ണിക്കാനോ ചിന്തിക്കാനോ പോലും കഴിയാത്ത തരത്തിലുള്ള അസ്ത്രം പോലെയുള്ള വേദനയാണ്. ഈ ഈശോയുടെ മൃതശരീരം എടുത്തുകൊണ്ട് കല്ലറയിലേക്ക് പോവുകയാണ്. ഈശോയെ കുരിശിൽ തടച്ച് ഏകദേശം ഒരു 50 അടി അകലെയാണ് കല്ലറ. ആ കല്ലറയിൽ ഈശോയുടെ മൃതശരീരം വെച്ചു, കല്ല് വെച്ച് അടച്ചു. പടയാളികളെല്ലാം പോയി, ഒരാൾ മാത്രം പോയില്ല, മറിയം. മറിയം ആ അടഞ്ഞ കല്ലറയുടെ ഓപ്പോസിറ്റ് അവളിങ്ങനെ ആ കല്ലറയെ നോക്കി നിൽക്കുകയാണ്. അവൾക്ക് പോകാനാവില്ലല്ലോ. ആ അടഞ്ഞ കല്ലറയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, ഈ കല്ലറ തകരും, അവനും പുനരുത്ഥാനം ചെയ്യും, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈശോ ഉയർത്തെഴുന്നേറ്റു. മറിയത്തിൻ്റെ വലിയൊരു സന്തോഷം ഈശോയുടെ പുനരുത്ഥാനമാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈശോ ആദ്യം ആർക്കായിരിക്കും പ്രത്യക്ഷപ്പെട്ടത്? സുവിശേഷത്തിലില്ല. പക്ഷെ ഞാൻ പറയും, ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മാതാവിനായിരിക്കണം. ഞാൻ ഈ പറഞ്ഞതിനകത്ത് വലിയ ദൈവശാസ്ത്രമൊന്നുമില്ല, ഞാനൊരു സാധാരണ മനുഷ്യനും സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന കാര്യമാണ്. ഈശോയ്ക്ക് മാതാവിൻ്റെ അടുക്കലല്ലേ ആദ്യം പോകാൻ പറ്റുകയുള്ളൂ. കാരണം അവൾ ആ അടഞ്ഞ കല്ലറയുടെ മുൻപിൽ പ്രതീക്ഷയോടെ നിന്നവളാണ്. ആ പ്രതീക്ഷയായിരുന്നു അവളുടെ സന്തോഷം എന്ന് പറയുന്നത്. ഈ വർഷം നമുക്കൊരു ജൂബിലി വർഷമാണ്. മാർപ്പാവ നമുക്ക് തന്ന അത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. റോമ 5:5 പ്രത്യാശയോടുകൂടി അടഞ്ഞ കല്ലറയുടെ മുൻപിൽ നിൽക്കാൻ മറിയത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അടഞ്ഞ കല്ലറകളുണ്ട്. പ്രായമായിട്ട് വിവാഹം നടക്കാത്ത മകള്, പഠിച്ചിട്ടും ജോലി കിട്ടാത്ത മകൻ, തുടങ്ങിയ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുന്നു, കുടുംബത്തിൽ സ്വസ്ഥത, ഇതെല്ലാം അടഞ്ഞ കല്ലറകളാണ്. പക്ഷെ മറിയ ആ കല്ലറ വിട്ടു പോയില്ല. ആ കല്ലറയുടെ മുൻപിൽ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി അവൾ നിന്നപ്പോൾ ആ കല്ലറ തകർന്നു വീണു. ആ തകർച്ചയിൽ അവളുടെ ഉള്ളിൽ വലിയ ആനന്ദം ഉണ്ടായി. പെട്ടെന്നൊന്നും ഈ ആനന്ദം നമുക്ക് ലഭിക്കില്ല. അപ്പം ജീവിതത്തിൽ ഈ അടഞ്ഞ കല്ലറകളുടെ മുൻപിൽ നിൽക്കാൻ നമ്മൾ പഠിക്കണം. ആ കല്ലറ വിട്ടു പോകരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ അടഞ്ഞ കല്ലറകളുടെ മുൻപിൽ നിന്ന് വിട്ടുപോകരുത്. പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി നമ്മൾ നിന്നാൽ ആ കല്ലറ തകരും, ആ പുനരുത്ഥാനം ചെയ്യും. ആ ഒരു ആനന്ദം കാലുവരി വിട്ടിറങ്ങുമ്പോൾ അവക്കുണ്ടായ ഒരു ആനന്ദമില്ലേ? തന്നതിനെ ഒരു കുറവും കൂടാതെ തിരിച്ചേൽപ്പിച്ചതിലുള്ള ഒരു ആനന്ദം. ഈശോയെ കിട്ടി, തന്നതിനൊരു കുറവും കൂടാതെ പിതാവിനെ തിരിച്ചേൽപ്പിച്ചപ്പോൾ അവക്കുണ്ടായൊരു ആനന്ദമുണ്ട്. അത് പൂർത്തിയാകുന്നത് സത്യത്തിൽ ഈ പുനരുത്ഥാനത്തിലാണ്. മറിയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സന്തോഷം എന്ന് പറയുന്നത് അവളുടെ സ്വർഗാരോഹണമാണ്. തൻ്റെ പ്രിയ മകൻ്റെ അടുത്തേക്ക്, സ്വർഗത്തിൻ്റെ രാജ്ഞി, അവളങ്ങനെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചേർന്ന് സകല മാലാഖമാർ എല്ലാവരും കൂടി ചേർന്ന് മറിയത്തെ സ്വീകരിച്ചിട്ട് പുത്രൻ എന്താ ചെയ്യുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ അവളെ കിരീടമണിയിക്കുകയാണ്. അങ്ങനെ അവൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി മാറി. കാരണം ഒരു ജീവിതം മുഴുവൻ സഹനത്തിലൂടെ, എന്നാൽ പ്രത്യാശയിലൂടെ, ഒരു ജീവിതം മുഴുവൻ കനൽക്കട്ടയിലൂടെ, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴമായ ദൈവാശ്രയത്വത്തിൽ ജീവിച്ച മറിയത്തിന് ഏറ്റവും അവസാനം ലഭിച്ചത് ഈ പൊൻകിരീടമാണ്. അവൾ സ്വർഗത്തിൻ്റെ റാണിയായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മ നമ്മുടെ മുൻപിൽ ഒരാനന്ദത്തിന് അമ്മയായി നിൽക്കുമ്പോൾ
ഈ പറഞ്ഞ ധ്യാന വിചാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരട്ടെ. തളരണ്ട. നമ്മളാരും തോൽക്കാനുള്ള മനുഷ്യരല്ല. ജീവിതത്തിൻ്റെ വിധിയുടെ മുൻപിൽ കൈകൂപ്പാനുള്ള മനുഷ്യരുമല്ല. അടഞ്ഞ കല്ലറയുടെ മുൻപിൽ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി നിന്നുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസവും നമുക്കുണ്ടാവണം. അപ്പോൾ അമ്മയുടെ ഈ ആനന്ദം, എല്ലാ സങ്കടങ്ങളുടെ നടുവിലും ഈ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് മാതാവിനെ വെറുതെ ഇങ്ങനെ വ്യാകുലങ്ങളുടെ അമ്മ, സങ്കടങ്ങളുടെ അമ്മ, ദുഃഖങ്ങളുടെ അമ്മ അങ്ങനെ മാത്രം വിശേഷിപ്പിക്കരുത്. ആദ്യം അവളെ വിശേഷിപ്പിക്കുന്നത് അവൾ തികഞ്ഞ ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അമ്മയായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആമേൻ.